ഈ ചൂട് കാലത്ത് എങ്ങോട്ട് പോകുന്ന ആലോചിച്ച് ഇനി ആരും വിഷമിക്കേണ്ട. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. UAE അകത്തൊരു ഒമാൻ ഉണ്ട്, അതിനകത്തൊരു UAE ഉണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് ഒരുപാട് വലിയ ഏരിയ ഒന്നല്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗവും ചുറ്റി കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ ഡാമുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഡാമിലൊന്നും അധികം വെള്ളമില്ല. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോയി നോക്കണം കേട്ടോ. ഇവിടെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ വലിയ വലിയ മലകളും അതുപോലെ ചില മൃഗങ്ങളെയും അതുപോലെ തന്നെ നല്ല അരുവികളും കേവ്സും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണെന്ന് തോന്നുന്നു. വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ആടുകളും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ മണ്ണും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകാൻ ഏറ്റവും നല്ല സമയം സമ്മർ ടൈം തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം മഴയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഇവിടെ പോകുന്നത്. പോയി കാണാൻ ആഗ്രഹമുള്ളവർ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കേവ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ഈന്തപ്പനയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേവിന്റെ അകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആളുകളുടെ പേരും അഡ്രസ്സും അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ 2-3 കേവ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കേവിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മദ എന്നാണ്. അതിന്റെ അകത്ത് ഉള്ള UAE പ്ലേസിന്റെ പേര് നഹ്വ എന്നാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടും. പലരും പോയിട്ടുള്ള സ്ഥലം തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് കുറേ റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ റിസോർട്ടിലേക്കൊക്കെ പോകുന്ന വഴി നല്ല രസമാണ്, നല്ല പച്ചപ്പൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ. അപ്പൊ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണം. ഈ ചൂട് കാലത്ത് ഇനി എവിടെയും പോകാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ആരും ഇരിക്കേണ്ട.